ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ അഡർലൈൻസ് കഫേ. അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്നത് തുംദേന സാത്ത് മേരാ ഓ ഹംനവ എന്ന സീരിയലിൻ്റെ 12ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ 11ാമത്തെ എപ്പിസോഡിൻ്റെ അവസാനം നമ്മൾ കണ്ടത് ഇങ്ങനെ രക്ഷിത് ബോട്ടൊന്നും ആശ്രയിക്കാതെ തന്നെ ഒരു അമ്പും മില്ലും ഒക്കെ എടുത്തിട്ട് അതിൽ സാരി കൊളുത്തിയിട്ട് ആ റിച്വൽ പൂർത്തിയാക്കുന്നതാണ്. അപ്പോൾ ആ സാരി ഇങ്ങനെ അപരാജിതയുടെ തലയിൽ വീണിട്ടുണ്ട്. അവളുടെ കയ്യിലുള്ള ഒരു ചെയിനിൽ അതിൻ്റെ ഒരു അറ്റം ഉടക്കിയിട്ടുമുണ്ട്. അപ്പോൾ അവളതിങ്ങനെ എടുത്ത് കളയുന്ന സമയത്ത് അതിൻ്റെ ഒരു ചെറിയ പീസ് ഇങ്ങനെ ഒരു ചരട് പോലെ അവളുടെ കയ്യിൽ കുടുങ്ങാണ്. അപ്പോൾ അപരാജിതയുടെ അമ്മ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ തോന്നിവാസം ആരാണ് കാണിക്കുന്നത്, ചടങ്ങിനിയും ചെയ്യാമല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പം ആ തറച്ചിരുന്ന അമ്പാണ് നമ്മുടെ വ്യക്തിമത് തറച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, ഭാഗ്യത്തിനത് മണ്ണിലാണ് തറച്ചത്. അപ്പോൾ അപ്പുവിൻ്റെ ദേഹത്തേക്ക് ആ സാരി വീണു, അതിന് പകരം അമ്പാണ് വീണുന്നെങ്കിൽ എന്ത് ചെയ്തേനെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അപ്പുവിൻ്റെ അച്ഛൻ പറയണം, അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമല്ലേ എന്ന് പറയുവാണ്. അപ്പോൾ അപ്പു പറയുന്നുണ്ട്, അച്ഛ ഇത് നോക്ക്, ആ സാരിയുടെ ഒരു പീസ് എൻ്റെ കയ്യിൽ വന്നു, അവർ ചെയ്ത ചടങ്ങിന് ഇത് വല്ല ദുശകനാകുമോ, ആരെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി ചെയ്ത ചടങ്ങായിരിക്കില്ലേ, അപ്പോൾ ഇനി എന്താ ചെയ്യാന്ന് പറയണം. അപ്പോൾ അപരാജിതയുടെ അച്ഛൻ പറയണം, എല്ലാം നീ ഇങ്ങനെ നെഗറ്റീവ് മൈൻഡിൽ കാണുന്നതിനാ, ചിലപ്പോൾ നർമ്മദാദേവി നിനക്കിതൊരു അനുഗ്രഹമായിട്ട് തന്നതാണെങ്കിലോ, ഇത് നീ കയ്യിൽ കെട്ടിക്കോ, ഇത് നിനക്ക് എപ്പോഴും ഒരു രക്ഷയായിട്ട് കയ്യിലുണ്ടാവും എന്ന് പറയുകയാണ്. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ചടങ്ങുകളൊക്കെ ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും സാധനം നമുക്ക് തിരിച്ച് കിട്ടുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ പ്രസാദമാണ്, അതൊരിക്കലും ഒരു അപശകനാകത്തില്ല, നീ പേടിക്കണ്ടെന്ന് പറയാം. എന്നിട്ട് അപരാജിതയുടെ അച്ഛൻ പറയാണ്, നിനക്ക് ദൈവം ഒരു കഴിവ് തന്നിട്ടുണ്ട്, അത് നീ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ആ കഴിവിനോട് ചെയ്യുന്ന തെറ്റ് എന്നൊക്കെ പറയണം. പിന്നെ ഇപ്പുറത്താണെങ്കിൽ അവിനാശൊക്കെ ആ റിച്വൽ തീർത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം. പിന്നെ അപ്പു പറയണം, അതൊക്കെ ഇനി ചെയ്യാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല അച്ഛാ, എനിക്ക് സാരി നെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ജീവനേക്കാൾ വലുതായി കണ്ടതായിരുന്നു, പക്ഷേ എനിക്കിപ്പോൾ അതിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റാണ്ടായി, ഒന്നും ചെയ്തില്ല, 4 വർഷമായി ഞാൻ ആ നെയ്ത്ത് ചെയ്തിട്ട്, ഇനി എനിക്കതിലൊന്നൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറയണം. അപ്പോൾ അപരാജിതയുടെ അച്ഛൻ പറയണം, നമ്മളങ്ങനെ ഒന്നിനെയും നമ്മുടെ കഴിവിനെയും വില കുറച്ച് കാണാൻ പാടില്ല, എങ്ങനെയെങ്കിലും നമ്മൾ നേടിയെടുത്താൽ ചിലപ്പോൾ അതായിരിക്കും നമ്മുടെ ലൈഫ് ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്, അതുകൊണ്ട് ഒരിക്കലും മോളെ കഴിവ് വിട്ടുകളയരുതെന്ന് പറയണം. പിന്നെ കാണിക്കുന്ന അവിനാശിനെ രശ്മിനാണ്. അപ്പോൾ രശ്മി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അവിനാശ് കേൾക്കുന്ന രീതിയിൽ, എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യങ്ങൾ എല്ലാവരോടും തുറന്നു പറയാനുള്ളൊരു മനസ്സ് എല്ലാവർക്കും കൊടുക്കണം എന്നിങ്ങനെ ഒരു ഇൻഡയറക്റ്റായിട്ട് പറയുകയാണ്. അപ്പോൾ അവിനാശ് പറഞ്ഞ്, ഇങ്ങനെ ഇൻഡയറക്റ്റായിട്ട് പറയണ്ട, ഡയറക്റ്റായിട്ട് തന്നെ ഞാൻ പറയാമെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിക്കണം. പിന്നെ രക്ഷത്തിൻ്റെ അമ്മ പറയുകയാണ്, മോനെ നന്നായി നീ ഇങ്ങനെ ചെയ്തത്, ഇത് ഈ റിച്വൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല, പക്ഷെ നീ ഒരു കാര്യം തീരുമാനിച്ചാൽ നടത്തുമെന്ന് എനിക്കറിയാം, ഞങ്ങൾക്ക് ഇതിനെക്കാട്ടി വലിയൊരു ഭാഗ്യം എന്താണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അവനെ ഇങ്ങനെ പുകഴ്ത്തുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഈ അപരാജിതയുടെ റിച്വൽ നടത്തിയല്ലോ, അപ്പോൾ അതിൻ്റെ ആ സാരി ഇങ്ങനെ വെള്ളത്തിൽ ഒഴുകി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെള്ളത്തിൽ നടക്കുന്ന രക്ഷ്യത്തിൻ്റെ അച്ഛൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള സാരിയാണ്. അപരാജിത എന്ന് പറഞ്ഞാൽ ഈ സാരി നെയ്ത്തിൽ അത്രയ്ക്ക് പ്രൊഫഷണലാണ്, അപ്പോൾ അവളുടെ ഡിസൈൻസും അതുപോലെയാണ്. അപ്പോൾ അത് കണ്ടിട്ട് രക്ഷ്യത്തിൻ്റെ അച്ഛൻ ഇങ്ങനെ ഓടി വെള്ളത്തിലേക്ക് ഓടുകയാണ്, അതെടുക്കാനായിട്ട് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഓടിപ്പോവാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് രക്ഷത്തി ചോദിക്കണം, അച്ഛൻ നിങ്ങൾ എന്തായി ചെയ്യുന്നത്, ഇങ്ങനെ ശ്രദ്ധിക്കാണ്ട് പോയാൽ വെള്ളത്തിൽ വീണു പോകുകയില്ല, അച്ഛൻ എന്താ ഇങ്ങനെ നോക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ രക്ഷത്തിൻ്റെ അച്ഛൻ പറയണം, മോനെന്തേ വെള്ളത്തിലേക്ക് നോക്കിക്കേ, ആ സാരിയുടെ തിളക്കം കണ്ടോ, വെള്ളത്തിലാണെങ്കിൽ പോലും അതിന് എന്ത് തിളക്കമാണ്, അതിൻ്റെ ഡിസൈൻസൊക്കെ എടുത്ത് കാണുന്നുണ്ട്, തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണലായിട്ടുള്ള ആൾ ഡിസൈൻ ചെയ്ത സാരി തന്നെയാണത്, നീ അത് കാണുന്നില്ലേ, അങ്ങോട്ട് നോക്ക്, ഞാനത് എടുക്കാൻ പോയതാണെന്ന് പറയണം. അപ്പോൾ രക്ഷത്ത് ഇതിങ്ങനെ അത്ഭുതത്തോടെ നോക്കുകയാണ്. രക്ഷത്തിൻ്റെ വല്യമ്മയാണെങ്കിൽ പറയണം, ഇങ്ങേർക്ക് വേറെ പണിയൊന്നുമില്ല, ഈ ഓർമ്മക്കുറവ് മാത്രമല്ല തലയ്ക്ക് സുഖമില്ലാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും വെള്ളത്തിൽ വീണ സാരിയുടെ പുറകെ പോകുമോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ രക്ഷത്തിൻ്റെ അച്ഛൻ പറയണം, മോനെ അത് എടുക്കുക, അത് നമുക്ക് ആവശ്യമുണ്ട്, ആ സാരി കിട്ടിയാൽ നമുക്ക് നല്ലൊരു നെയ്ത്തുകാരനെയും കൂടിയാണ് കിട്ടുന്നത്, അതൊരിക്കലും വിട്ട് കളയരുതെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് രക്ഷത്തിൻ്റെ അച്ഛൻ പറയാണ്, ഇത് എനിക്ക് വട്ടായിട്ടോ ഓർമ്മക്കുറവായിട്ടോ ഒന്നുമല്ല, പക്ഷെ നീ ആ സാരിയുടെ ഡിസൈൻ നോക്കുക, അതിൻ്റെ തിളക്കം നോക്കാമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ രക്ഷിത്ത് മറ്റേ ശാസ്ത്രിജി പറഞ്ഞ കാര്യം ഓർക്കുകയാണ്, ഇങ്ങനെ ഒരു നെയ്ത്തുകാരനെയാണ് അവർക്കും ആവശ്യം, എന്ന് വെച്ചാൽ ഇതുപോലെ പ്രൊഫഷണലായ നല്ല ഡിസൈൻസ് ചെയ്യുന്ന നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളെയാണ് ആവശ്യം. രക്ഷിത്തിൻ്റെ അമ്മ പറയാണ്, നമ്മൾ ചെയ്തത് റിച്വൽ ചെയ്യാനാണ് ആ ഡിസൈനറും വന്നിരിക്കുന്നതെങ്കിൽ അവർ ഈ പ്രൊഫഷനോട് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളായിരിക്കും, അപ്പോൾ അയാൾ ഒരിക്കലും നമ്മൾ വിട്ട് കളയാൻ പാടില്ല, എങ്ങനെയെങ്കിലും നമ്മൾ കണ്ടുപിടിക്കണമെന്ന് പറയുകയാണ്.
അപ്പോൾ രക്ഷിത് പറയണം, അമ്മ അച്ഛൻ്റെ കണ്ണിലെ തിളക്കം കണ്ടില്ല, ആ സാരി കണ്ടപ്പോൾ തിളക്കം കണ്ടില്ലേ, നമുക്കിനി ഇതിലും വലുത് എന്താണ് വേണ്ടത്? സത്യത്തിൽ നമ്മൾ റിച്വൽ ചെയ്തപ്പോൾ നർമ്മദാദേവി നമുക്ക് തന്ന പ്രസാദമാണിത്. നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ നർമ്മദാദേവി ഒരു വഴി കാണിച്ചിരിക്കുകയാണ്. ഈ സാരി നമ്മളെടുത്ത് അതിൻ്റെ ഡിസൈനറെ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കമ്പനീനെ വളർത്താൻ പറ്റും, മഹേശ്വരി സിൽക്ക് വളർത്താൻ പറ്റും, അച്ഛൻ്റെ ആഗ്രഹം നടത്താൻ പറ്റും എന്നൊക്കെ പറയുവാണ്. നമ്മളെന്തായാലും ചെയ്ത ചടങ്ങിന് ഫലമുണ്ടായി, അല്ലെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ കാണാനും ചെയ്യാനും ഉള്ള ഒരവസരം നമുക്ക് കിട്ടില്ല. എത്രയും പെട്ടെന്ന് അത് നെയ്ത ആളെ കണ്ടുപിടിക്കണമെന്ന് പറയുകയാണ്. ഈ സമയത്ത് അപരാജിത പ്രാർത്ഥിക്കുകയാണ്, എനിക്കും ഒരു വഴി കിട്ടി, ഞാൻ എൻ്റെ കഴിവിനെ ഒരിക്കലും മറക്കില്ല, ഞാൻ അതിലൂടെ തന്നെ വിജയിക്കും എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രക്ഷത്തിൻ്റെ അച്ഛൻ പറയാണ്, മോനെ ആളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം, ഈ ഡിസൈൻസ് വളരെ പ്രഷ്യസാണ്, കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണുവാണ്, ഇങ്ങനെ ഒരു ഡിസൈനറെ വിട്ട് കളഞ്ഞാൽ നമുക്ക് പിന്നെ ഒരിക്കലും കിട്ടത്തില്ല, ഇതിപ്പോൾ ദേവി നമുക്ക് തന്നൊരു സൂചനയാണ്, അതിനെ നീ ഒരിക്കലും ചെറുതായി കാണരുതെന്നൊക്കെ പറയണം. അപ്പോൾ അപരാജിത ഇങ്ങനെ ആലോചിക്കുകയാണ്, അവരുടെ അച്ഛനും അമ്മ ഇങ്ങനെ സംസാരിച്ച കാര്യം, അമ്പലത്തിൽ പോയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ലളിതിനെ വിളിച്ചിട്ട് ഇവളെ പറഞ്ഞു വിടണമെന്നൊക്കെ ഇങ്ങനെ അമ്മ പറഞ്ഞ കാര്യം പറയുവാണ്. അപ്പോൾ അപരാജിത പറയണം, എൻ്റെ കഴിവിനെ വളർത്തണമെന്നൊക്കെ ഉള്ളത് ശരി തന്നെയാണ് അച്ഛൻ, പക്ഷെ അതിനുള്ളൊരു മനസ്ഥിതി എനിക്കിപ്പോൾ ഇല്ല എന്ന് പറയുവാണ്. അപ്പോൾ രക്ഷിത് പറയാണ്, അവരെന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും, ആ നെയ്ത്തുകാരൻ ഇവിടെ തന്നെ ഉണ്ടാവും, അവർ ചടങ്ങ് നടത്താൻ വന്നതാണെങ്കിൽ അവർ പെട്ടെന്നൊന്നും പോയിട്ടുണ്ടാവില്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ അവനെ കണ്ടുപിടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈര പറയും, നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാം, എന്തെങ്കിലും അപകടം പറ്റിയാലോ എന്ന് പറയുമ്പോൾ രക്ഷത്തിൻ്റെ അമ്മ പറയണം, അവൻ 4 വയസ്സുള്ള കുട്ടിയൊന്നുമല്ല അപകടം പറ്റാൻ, നീ മര്യാദയ്ക്ക് എൻ്റെ കൂടെ വാ, അവനതൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നോളൂ, അതിനുള്ള ധൈര്യമൊക്കെ കൊടുത്താൽ ഞാൻ അവനെ വളർത്തിയേക്കുന്നതെന്ന് പറഞ്ഞ് ഇവർ പെണ്ണുങ്ങളെല്ലാം കൂടെ ഒരു സൈഡിലേക്ക് പോവുകയാണ്. എന്നിട്ട് വിവാൻ്റെ അടുത്ത്, വിവാൻ എന്ന് പറഞ്ഞാൽ രക്ഷത്തിൻ്റെ അനിയനാണ്, വിവാൻ്റെ അടുത്ത് പറഞ്ഞാൽ അച്ഛനെ നോക്കാൻ പറയണം. രക്ഷത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ആ സാരി കണ്ടുപിടിച്ചെടുക്കുവാണ്. അത് കയ്യിലെടുത്തപ്പോൾ തന്നെ അവന് മനസ്സിലായി, ഇതിൻ്റെ ക്വാളിറ്റിയും നമ്മൾ ഉദ്ദേശിക്കുന്ന നമുക്ക് ആവശ്യമുള്ള ക്വാളിറ്റിയുള്ള സാരിയാണ്. അപ്പോൾ ആ നെയ്ത്തുകാരൻ എന്തായാലും കണ്ടുപിടിക്കണം, ഇനി ഒട്ടും സമയം കളയാനില്ല, ആരോടെങ്കിലും ചോദിച്ചാൽ അറിയാൻ പറ്റുമെന്ന് നോക്കാം എന്നും പറഞ്ഞ് അവനതെടുത്ത് നോക്കുകയാണ്. ഈ സമയത്ത് അപരാജിതയും അച്ഛനും അമ്മയും ആരുമൊക്കെ റിട്ടേൺ വരാൻ തുടങ്ങി. രശ്മി അവിനാശോടെ കാത്തു നിൽപ്പുണ്ട്. അപ്പോൾ അപരാജിതയുടെ അച്ഛൻ പറയാണ്, നീ ഒരു പുതിയ കാര്യം ചെയ്യണമെന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ നീ എന്തായാലും നർമ്മദാദേവിക്ക് വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുക, എൻ്റെ കാര്യങ്ങൾ നടക്കുമെന്ന് പറയണം. അപ്പോൾ അപരാജിതയുടെ അമ്മ ചോദിക്കണം, എന്ത് കാര്യം, എന്ത് പുതിയ കാര്യം ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവരുടെ അച്ഛൻ തൽക്കാലം അത് ഭാര്യയോട് പറയുന്നില്ല, എപ്പോഴും മകളെ വീട്ടിൽ പറഞ്ഞേക്കാനല്ലോ. അപ്പോൾ അവൾ പറയണം, അത് അവൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും, അവൾക്ക് എന്തെങ്കിലും നേർച്ച ഉണ്ടാവും, അവൾ പോയി തൊഴുതിട്ട് വരട്ടെ, നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം, അവൾ വിളക്ക് തെളിച്ചിട്ട് വരട്ടെ എന്ന് പറയുകയാണ്. ഈ സമയത്ത് ഈരയും ബാക്കി ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടെ അവർ അമ്പലത്തിന് പുറത്തേക്ക് പോവാണ്. അപ്പോൾ രക്ഷത്തിൻ്റെ അമ്മ പറയാണ്, ഇന്ന് എൻ്റെ മോൻ്റെ ധൈര്യം കൊണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി, ആ ചടങ്ങ് നടക്കില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ അത് അവൻ നടത്തിയെടുത്തു, അതുപോലെ അച്ഛൻ്റെ ഈ ആഗ്രഹം അവൻ നടത്തിയെടുക്കും, എനിക്ക് ഉറപ്പാണെന്ന് പറയണം. അപ്പോൾ ഈര ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കാൻ, ഇങ്ങനെ ഇപ്പോഴും വെള്ളത്തിലേക്കല്ല സാരി എടുക്കാൻ പോയിരിക്കുന്നത്. അപ്പോൾ വല്യമ്മ പറയും, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? അപ്പോൾ ഈര പറയും, രക്ഷത്തെ വെള്ളത്തിൽ വല്ലതും വീണാലോ അവൻ സാരി എടുക്കാൻ പോകുമ്പോൾ, കാര്യം അവൻ നല്ല ധൈര്യശാലി സ്മാർട്ടൊക്കെ ആണ്, എന്നാലും എനിക്കൊരു പേടിയെന്ന് പറയുമ്പോൾ വല്യമ്മ പറയാണ്, അവൻ്റെ പേര് രക്ഷിത്തെന്നാണെങ്കിൽ രാക്ഷസൻ്റെ സ്വഭാവമാണ്, പഴുതാരയാണ്, അങ്ങനെയൊന്നും ചാവൂലെന്ന് പറയണം. അപ്പോൾ രക്ഷത്തിൻ്റെ അമ്മയും പിന്നെ ചേട്ടനും പറയണം, എന്നാൽ നമുക്ക് കാറിലേക്ക് ഇരിക്കാം, ഇവാൻ നീ അച്ഛനെ നോക്കാൻ പറഞ്ഞ് രക്ഷത്തിൻ്റെ അനിയനോട് പറയണം. ഇവൻ അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ആരുവിനെ കാണും, ആരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവളെ കാണുമ്പോഴേ ഇവൻ ഫെൽറ്റാവും. അപ്പോൾ എങ്ങനെയെങ്കിലും അവളോട് പോയി സംസാരിക്കണമെന്നോർത്ത് ഈ പെണ്ണിനെ കണ്ടപ്പോൾ ഇവൻ്റെ അച്ഛനെ തന്നെ മറന്നുപോയി, അച്ഛനെ ഓർമ്മയില്ലാത്തതാണ്, പുള്ളിനെ സേഫായിട്ട് കൊണ്ടുപോകണമെന്നുള്ള ഓർമ്മയൊന്നുമില്ല. അവൻ ആ പെണ്ണിനെ കണ്ടപ്പോൾ പെണ്ണിൻ്റെ പറയുമോ. അച്ഛനാണെങ്കിൽ ആ സാരിയും തപ്പി ഇങ്ങനെ നടക്കുവാണ്. രക്ഷത്ത് സാരി എടുത്ത കാര്യമൊന്നും അച്ഛൻ കണ്ടിട്ടില്ല. ഈ സമയം രക്ഷത്ത് ആ സാരിയും കൊണ്ട് അവിടെയുള്ള കടകളിലും ആളുകളോടൊക്കെ ചോദിക്കുവാണ്, സാരി ഇവിടെ ഇതിൻ്റെ റിച്വൽ ചെയ്ത ആളെ കണ്ടായിരുന്നു, ഇത് പണ്ടിൽ ചുറ്റിയ ആളെ കണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് അവനിങ്ങനെ എല്ലാവരോടും ചോദിച്ചു നടക്കുവാണ്. ഈ സമയത്ത് അപരാജിത അവൻ്റെ തൊട്ട് പുറകിലൂടെയൊക്കെ പോകുന്നുണ്ട്, പക്ഷെ അവൻ കാണുന്നില്ല. അവൾ ആ വിളക്ക് വാങ്ങാനായിട്ട്, ഇനി വിളക്ക് തെളിയിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ അത് വാങ്ങാനായിട്ട് ഇപ്പോൾ ഇവൻ ഈ സാരിയുടെ കാര്യം ചോദിക്കുന്ന അതേ കടയിലേക്ക് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇവർ തമ്മിൽ കാണുന്നില്ല. അവരുടെ നേരെ ബാക്കിൽ കൂടെ വരുന്നുണ്ട്. പക്ഷെ കുറച്ച് നേരം നമ്മൾ നേരത്തെ വന്നിരുന്നെങ്കിൽ ഇവനിങ്ങനെ ആ സാരിനെ പറ്റി ചോദിക്കുന്ന അവൾ കേട്ടേനെ.
പക്ഷേ അത് നടക്കുന്നില്ല. അവർ രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുന്നു. അപരാജിത അവിടെ നിന്നൊരു വിളക്ക് വാങ്ങിയിട്ട് ആ വിളക്ക് തെളിയിക്കാനായിട്ട് നദിക്കരയിലേക്ക് പോവുകയാണ്. അവിടെ വെച്ചിട്ടാണ് ആ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഈ സമയത്ത് ആരു അവിടെ നിന്ന് രോഹനെ വീഡിയോ കോൾ ചെയ്യുവാണ്. വീഡിയോ കോൾ ചെയ്തിട്ട് പറയുകയാണ്, രോഹൻ, നമുക്ക് ഇവിടെ വെച്ച് നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയാൽ മതി. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എത്ര അടിപൊളി സ്ഥലമാണെന്നറിയാവോ. ഞാനിവിടെ വന്നപ്പോൾ തന്നെ കുറച്ച് കപ്പിൾസ് ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും എത്ര രൂപ ചിലവായാലും ഇവിടെ വെച്ച് ഫോട്ടോ ഷൂട്ട് നടത്താമെന്ന് പറയണം. അപ്പോൾ രോഹൻ പറയാം, അത് 10-30,000 രൂപയാകും. പിന്നെ നമ്മൾ പ്രൊഫഷണൽസിനെ കൊണ്ടുവന്ന് അവിടെ വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അമ്പലത്തിലേക്ക് നമ്മളൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. അതൊന്നും വേണ്ട, ഏറ്റവും ചിലവ് ചുരുക്കാമെന്ന് പറയുമ്പോൾ ആര് പറയുകയാണ്, നിനക്ക് ഈ പിശുക്ക് മാത്രമേ ഉള്ളൂ, നീ പിശുക്ക് നിൻ്റെ അമ്മയുടെ വാക്കും കേട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവനെ വഴക്കിടാണ്. ഈ സമയത്ത് വിവാൻ ആരുടെ പുറകെ നിന്നിട്ട് അവളുടെ ഫോട്ടോസ് എടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഇവർ വീഡിയോ കോൾ ചെയ്യുന്നതൊന്നും അവൻ കാണുന്നില്ല. നല്ല പെണ്ണാണല്ലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ആരും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അവളങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണെങ്കിലും ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ വിവാൻ രോഹൻ പറയുകയാണ്, എത്രയും പെട്ടെന്ന് 15 ലക്ഷത്തിനുള്ള വകുപ്പ് നോക്കുക, അല്ലാതെ ഫോട്ടോഷൂട്ടൊക്കെ പിന്നെ ആകാമെന്ന് വെച്ചിട്ട് അവൻ ഫോൺ വയ്ക്കുകയാണ്. അപ്പോൾ വിവാൻ ഫോട്ടോ എടുക്കുന്ന കണ്ടിട്ട് ആര് ചോദിക്കണം, നിങ്ങൾക്ക് ആരാ അധികാരം തന്നെ എൻ്റെ ഫോട്ടോ എടുക്കും? ഒരു പെണ്ണിൻ്റെ ഫോട്ടോ ഒരു അധികാരം ഇല്ലാതെ എടുക്കരുതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ നിൻ്റെ ഫോട്ടോ അല്ല എടുത്തത്, ഞാൻ ഈ സ്ഥലത്തിൻ്റെ ഫോട്ടോ എടുത്തത്. ആ ഫോട്ടോയിൽ നീയാണ് വന്ന് പെട്ടത്. അപ്പോൾ നീയാണ് എന്നോട് സോറി പറയേണ്ടത്, അല്ലാതെ ഞാനല്ല. ഞാൻ അറിയാതെ ആയിരിക്കും ചിലപ്പോൾ നിൻ്റെ ഫോട്ടോ നീ ആ ഫ്രെയിമിൽ വന്നു പോയതാവും, അല്ലാതെ ഞാൻ മനഃപൂർവ്വം നിൻ്റെ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല എന്ന് പറയണം. അപ്പോൾ ആര് പറയണം, നിൻ്റെ വിളച്ചിലൊന്നും എൻ്റെ അടുത്ത് എടുക്കണ്ട, ഇതൊക്കെ ഞാൻ കുറേ കണ്ടത്. ഞാൻ ആദ്യത്തെ പെൺകുട്ടിയൊന്നുമില്ല ഈ ലോകത്ത് എന്ന് അറിയാതിരിക്കുക. എനിക്കതൊക്കെ നന്നായിട്ടറിയാം. നിങ്ങളുടെ ആണുങ്ങളുടെ സ്ഥിരം പരിപാടി ഇങ്ങനെ ഫോട്ടോ എടുക്കുക, മോർഫ് ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ ഇടുക, എന്നിട്ട് നമ്മൾ അപമാനിക്കും. അതിനല്ലെന്ന് നോൻ പറഞ്ഞാൽ അങ്ങനൊന്നുമല്ല, ഞാൻ അങ്ങനൊന്നും ചിന്തിച്ചിട്ടല്ല. അന്നൊരു കാര്യം ചെയ്യുക, ഫോട്ടോ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാനിപ്പോൾ പോലീസിനെ വിളിക്കാമെന്ന് പറയണം. അപ്പം പറഞ്ഞു, പോലീസിനെ ഒന്നും വിളിക്കണ്ട, ഞാൻ ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതേ പോലീസെന്ന് പറഞ്ഞ് അവളെ ശ്രദ്ധ മാറ്റിയിട്ട് ഇവൻ ഓടുകയാണ്. ഓടുന്ന വഴിക്ക് പറയുന്നുണ്ട്, നമുക്ക് നല്ല പിക്ചേഴ്സൊന്നും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, അതിൽ വീണ് പോകുമെന്നൊക്കെ പറയണം. അപ്പോൾ ഈ ആരുവാണെങ്കിൽ ഒരു സ്വയം ഭംഗിയാണ്. ഇത് കേട്ടിട്ട് അവൾ പറയുകയാണ്, അവൻ പറഞ്ഞത് ശരിയാണ്, എൻ്റെ ഫോട്ടോയൊക്കെ കണ്ട ആർക്ക് ഡിലീറ്റ് ആക്കാൻ തോന്നും. എന്തായാലും ഇപ്പോഴത്തേക്ക് വിട്ട് കളഞ്ഞേക്കാം, സൗന്ദര്യം കൂടിപ്പോയിട്ടുള്ള ഓരോ പ്രശ്നങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ അതിനെപ്പറ്റി ആലോചിക്കണം. എന്തായാലും വന്നതല്ലേ, ഒന്നുകൂടൊന്ന് നന്നായി പ്രാർത്ഥിച്ചേക്കാം എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് കയറാണ്. ഈ സമയത്ത് അപരാജിത വിളക്കും കൊണ്ട് നദിക്കരയിലേക്ക് വരികയാണ്. അവൾക്ക് അവളുടെ പുതിയ തുടക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ അവളവിടെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ അരവിന്ദ്, രക്ഷിത്തിൻ്റെ അച്ഛനാണ് അരവിന്ദ്. അപ്പോൾ പുള്ളി അതുവഴിയെ നടന്നു വരുന്നുണ്ട്. പുള്ളിയാണെങ്കിൽ ബോധവുമില്ല, ഓർമ്മയില്ലാതെ എന്തിനാണ് അങ്ങോട്ട് വന്നതെന്നുള്ള ഓർമ്മ പോലും ഇല്ല. ആ സാരിയുടെ ഒരു ചെറിയൊരു ഇതുണ്ട് മൈൻഡിൽ, അല്ലാതെ ഒന്നുമില്ല. അപ്പോൾ അപരാജിത പ്രാർത്ഥിക്കുകയാണ്, എങ്ങനെയെങ്കിലുമൊക്കെ എൻ്റെ ആഗ്രഹങ്ങൾ നടക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് വിവാൻ ഫോണിൽ നോക്കി കാറിനടുത്തേക്ക് വന്നപ്പോൾ രക്ഷിത്ത് ചോദിക്കണേ, എടാ അച്ഛനെവിടെ? അപ്പോൾ വിവാൻ പറയണ, അച്ഛൻ കാറിൻ്റെ അടുത്തുണ്ടല്ലോ എന്ന് ചോദിക്കണം. എന്നാൽ ഞാൻ പോയി നോക്കട്ടെ. എന്നിട്ട് രക്ഷിത്ത് അമ്മയോട് ചോദിക്കണം, അമ്മ അച്ഛനെവിടെ? അച്ഛൻ ഇങ്ങോട്ട് വന്നില്ലല്ലോ, അച്ഛൻ വിവാൻ്റെ കൂടെ ആയിരുന്നല്ലോ, വിവാനെ ഏൽപ്പിച്ചിട്ടല്ലേ ഞങ്ങളിങ്ങോട്ട് വന്നത് എന്ന് പറയുവാണ്. സമയത്ത് അവൻ പേടിക്കുകയാണ്. പിന്നെ അരവിന്ദിനാണ് കാണിക്കുന്നത്. അരവിന്ദ് ആ നദിക്കരയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. എന്തെന്നറിയാതെ പുള്ളി ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ രക്ഷത്തിൻ്റെ വല്യമ്മ പറയുവാണ്, ഈ ഒന്നാതെ ബുദ്ധിയും ബോധവും ഒന്നും ഇല്ലാത്ത ആളാണ്, എവിടെയെങ്കിലും വിട്ടുപോയാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ രക്ഷത്ത് പറയണം, സത്യം പറ അച്ഛൻ എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിവാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ആ പെണ്ണിനെ നോക്കിപ്പോയപ്പോൾ ഞാൻ അച്ഛനെ അവിടെ നിർത്തിയല്ലോ, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറ്റിയെന്ന് അവൻ അറിഞ്ഞൂടെ. അവനതിങ്ങനെ ഓർത്തിട്ട് പേടിക്കുകയാണ്. അത് അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, പെട്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കോള് വന്നു. അപ്പോൾ ഞാൻ സൈഡിലേക്ക് മാറി, പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ അച്ഛനെ കണ്ടില്ല. ഞാൻ വിചാരിച്ചു നിങ്ങളുടെ ആരുടെയെങ്കിലും കൂടെ കാറിനടുത്തേക്ക് എത്തിയിട്ടുണ്ടാവും. ഇത് കേട്ടിട്ട് രക്ഷത്തിന് ദേഷ്യം വരികയാണ്. സത്യം പറയണം, അച്ഛനെവിടെ? നിനക്ക് ഇത്ര ശ്രദ്ധയില്ല, വയ്യാത്ത ആളാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ, ഇത്ര കെയർലെസ്സായി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവനെ വഴക്കിടുകയാണ്. അപ്പോൾ അമ്മയും വീട്ടുകാരൊക്കെ പറയണം, ഇതൊന്നും നോക്കാണ്ട് എല്ലാവരും പോയി അന്വേഷിക്കാൻ നോക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ അരവിന്ദ് ഈ സമയത്ത് ആ നദിക്കരയിലേക്ക് ഒരു അവസാനത്തെ പടിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രക്ഷത്തിന് ചേട്ടൻ പറയണം, അവനൊന്നും വഴക്കിടണ്ട, അവൻ്റെ അറിയാതെ പറ്റിയതായിരിക്കും, അപ്പോൾ നമുക്ക് ചെറിയച്ഛനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്, ആരും ടെൻഷൻ അടിക്കണ്ട,
നമുക്കെല്ലാവർക്കും 3-4 വഴിക്ക് പോയിട്ട് അന്വേഷിക്കാം, നിങ്ങൾ സ്ത്രീകളെല്ലാം ഇവിടെ നിന്നോ, ഞങ്ങൾ പോയി അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞ് അവർ 2-3 പേര് 2-3 വഴിക്ക് പോവുകയാണ്. അപ്പോൾ ഈ സമയത്ത് വല്യമ്മ വിവാനെ കുറ്റം പറയണം. എടാ മണ്ട, നിനക്ക് ഇത്ര ബോധമില്ല, അല്ലെങ്കിൽ തന്നെ ഓർമ്മയില്ലാത്ത ആൾ, നീ ഇങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ചീത്ത പറയണം. നോക്കി നിൽക്കാതെ പോയി തപ്പടാന്ന് പറഞ്ഞ് അവനെ ഓടിക്കുകയാണ്. ഈ സമയത്ത് അപരാജിത അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അവളുടെ ബാക്കിൽ കൂടെ ഈ അരവിന്ദ് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അവൾ കാണുന്നില്ല. പുള്ളി ഇങ്ങനെ നടന്ന് അവസാനം പുള്ളിയുടെ കാല് തെറ്റുകയാണ്. എന്ന് വെച്ചാൽ സ്റ്റെപ്പിൽ ഇങ്ങനെ കാല് തെറ്റി പുള്ളി ആ നദിയിലേക്ക് വീഴുവാണ്. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അപരാജിതയാണെങ്കിൽ ഒരാളുടെ നിലവിളി കേട്ടിട്ട് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഈ അരവിന്ദ് വെള്ളത്തിൽ വീഴുന്ന ശബ്ദം കേൾക്കുന്നത്. അവൾ നോക്കുമ്പോൾ ഒരാൾ വെള്ളത്തിൽ കിടന്ന് എന്ന് വെച്ചാൽ ജീവനായിട്ട് പിടയുവാണ്. അപ്പോൾ അവൾ സഹായത്തിനായിട്ട് അടുത്ത് ഒത്തിരി പേരെ വിളിക്കുന്നുണ്ട്. പക്ഷെ ആരും അവിടെ ഒന്നും ഇല്ല, ആരും കാണുന്നില്ല. എല്ലാവരും അമ്പലത്തിൻ്റെ മുന്നിലാണ്. അപ്പോൾ അവൾ ആൾക്കാരെ വിളിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ഈ സമയത്ത് രക്ഷിത്തും വിവാനും അവരുടെ ചേട്ടനും ഒക്കെ ഡ്രൈവറും ഒക്കെ എല്ലാ സ്ഥലത്തും അന്വേഷിക്കുകയാണ് ഇയാളെ. പക്ഷേ ഈ ഭാഗത്തേക്ക് അവരാരും വരുന്നില്ല. അപ്പോൾ അപരാജിതയ്ക്ക് വെള്ളത്തിൽ ചാടാൻ പേടിയാണെന്ന് വെച്ചാൽ അവൾക്ക് നീന്താൻ അറിഞ്ഞൂടാ. അപ്പോൾ എങ്ങനെയെങ്കിലും ഇയാളോട് പറയുവാണ്, ഒന്ന് എൻ്റെ അടുത്തേക്കൊന്ന് കൈയും കാലിട്ട് അടിച്ചാണെങ്കിൽ നീന്തി വരാൻ പറയണം. അപ്പോൾ ഈ സമയത്ത് ഓർക്കുകയാണ് ലളിത ഇവളെ വെള്ളത്തിൽ തള്ളിയിട്ടിട്ടുണ്ട്, അന്ന് ഇവള് മരിക്കാൻ പോയതാണ്. അപ്പോൾ രക്ഷിത്ത് പറഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ്. ഹിമ്മത്തിൻ്റെ അറൗട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പേടി മാറാൻ അവനിങ്ങനെ പറഞ്ഞു കൊടുത്തില്ല, അതിങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് അവൾ രണ്ടും കൽപ്പിച്ച് വെള്ളത്തിൽ ചാടാണ്. അപ്പോൾ അവളിങ്ങനെ ആലോചിക്കണം, എൻ്റെ ഈ ആർക്കും ഉപയോഗിക്കാത്ത ജീവൻ്റെ പോലെ, എന്ന് വെച്ചാൽ ഉപയോഗമില്ലാത്ത ജീവൻ പോലെ അല്ല, അദ്ദേഹത്തിൻ്റെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ രണ്ടും കൽപ്പിച്ച് വെള്ളത്തിൽ ചാടിയിട്ട് അവളുടെ ഷാളിൻ്റെ ഒരറ്റം അവിടുത്തെ ഒരു കമ്പിയിൽ കെട്ടി വെച്ചിട്ട് മറ്റേ അറ്റം അവളുടെ കയ്യിലും കെട്ടുകയാണ്. എന്നിട്ട് പതുക്കെ അച്ഛൻ്റെ അടുത്തേക്ക്, രക്ഷത്തിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് നീങ്ങി എത്തുകയാണ്. എന്നിട്ട് അച്ഛൻ്റെ കൈ കെട്ടി അച്ഛനെ കൈ പിടിച്ച് കയറ്റി കരക്കെത്തിക്കാൻ ശ്രമിക്കുകയാണ്. എന്ന് വെച്ചാൽ അവർക്ക് നീന്താൻ അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഇങ്ങനെ മുങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, പേടിക്കണ്ട, ശ്വാസം എടുക്ക് എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് കയറ്റി അവിടെ ഇരുത്തുവാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്, എങ്ങനെ വെള്ളത്തിൽ വീണാൻ, എന്താ ശ്രദ്ധിച്ചില്ലേ, ആരാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പുള്ളിക്ക് ഓർമ്മയില്ലാത്തതല്ലേ, അപ്പോൾ എങ്ങനെ വെള്ളത്തിൽ വീണെന്ന് വെച്ചിട്ട് ഇയാളൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ അപരാജിത ചോദിക്കുകയാണ്, സാറിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ പേരെനിക്ക് ഓർമ്മയില്ല എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് അപരാജിതർക്ക് ചോദിക്കുകയാണ്, നിനക്ക് നീന്തൽ അറിയില്ല എന്ന് എനിക്ക് മനസ്സിലായി, പിന്നെ എന്തിനാണ് ഈ കളവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നീ വെള്ളത്തിലേക്ക് ചാടിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയണേ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് കാര്യമുണ്ടോ, ഒരാളുടെ ജീവൻ പോകാൻ പോകുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷിക്കാനല്ല നോക്കണ്ടേ, ആ സമയത്ത് ആരുടെ ജീവനായാലും വിലയുണ്ട്, എൻ്റെ ജീവൻ ആണേലും നിങ്ങളുടെ ജീവനാണേലും. അപ്പോൾ രക്ഷിക്കാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എന്നാലും നീ എനിക്ക് വേണ്ടി റിസ്ക് എടുത്തല്ലോ, എന്താ നിൻ്റെ പേരെന്ന് ചോദിക്കണം. അപ്പോൾ അവൾ പറഞ്ഞ അപരാജിത എന്നാണ് എൻ്റെ പേരെന്ന് പറയുമ്പോൾ അയാൾ പറയാം, അപരാജിത, ഒരിക്കലും തോൽക്കാത്ത പെൺകുട്ടി എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ അവൾ പറഞ്ഞ അങ്കിളിൻ്റെ പേരെന്താ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പുള്ളി പറയണേ, എൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല എന്ന് പറയണം. അപ്പോൾ ഇവൾ ഇയാളെന്ത് ഇങ്ങനെ പറയണേ, നിങ്ങൾ ആരുടെ കൂടെയാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ മകൻ്റെ കൂടെയാണ് വന്നത് എന്ന് പറയണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മകൻ്റെ പേരെന്താ, അതും എനിക്ക് ഓർമ്മയില്ല എന്ന് പറയണം. ഈ സമയത്ത് രക്ഷത്തിന് ചേട്ടൻ അതിൽ പാസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവരെ കാണുന്നില്ല. അപ്പോൾ അപരാജിത പറയണ, പുള്ളിക്ക് എന്തോ ബുദ്ധിമുട്ടുള്ള മനുഷ്യനാണ്, എന്തായാലും കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കണ്ട. അപ്പോൾ അങ്കിൾ പതുക്കെ ഒന്ന് ആലോചിച്ച് പറഞ്ഞു, എങ്ങനെ ഇവിടെ എത്തിയത്, ആരുടെ കൂടെ വന്നത്, മകൻ്റെ പേരൊന്ന് പറയാമെങ്കിൽ ഞാനിവിടേക്ക് ഒന്ന് അന്വേഷിക്കാം എന്ന് പറയണം. ഇല്ല മോളെ, എനിക്കൊന്നും ഓർമ്മയില്ല, എന്നെ തെറ്റിദ്ധരിക്കല്ല, എനിക്കങ്ങനെ ഓർമ്മക്കുറവുണ്ട്, ഞാൻ കാല് തെറ്റി വെള്ളത്തിലേക്ക് വീണതേ ഓർമ്മയുള്ളൂ, എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ലെന്ന് പറയണം. അപ്പോൾ ഇത് കേട്ട് വിഷമിച്ചിട്ട് അപരാജിത പറയണം, സാരമില്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും, പേടിക്കണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടുകാരെ അന്വേഷിക്കാം, അങ്ങൾ സ്ട്രെസ് ആവണ്ട, സമാധാനമായിട്ടിരിക്കും. എന്നിട്ട് രക്ഷിത്ത് പറഞ്ഞ ഫോർമുല ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണം, ഹിമ്മത്തിൻ്റെ അറൗട്ട് എന്ന് പറഞ്ഞ് പേടിയെ കളഞ്ഞിട്ട് ധൈര്യം ഉള്ളിലേക്ക് എടുക്കാൻ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ സമയത്ത് ഇവരുടെ ഡ്രൈവർ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു ഇദ്ദേഹത്തെ. അപ്പോൾ ഡ്രൈവർ കണ്ട്, അപ്പോൾ ഡ്രൈവർ അച്ഛ എന്നാണ് വിളിക്കുന്നത്. അച്ഛ, നിങ്ങൾ എവിടെ പോയിരിക്കുമെന്ന് ചോദിച്ച് ഇങ്ങനെ പേടിക്കുകയാണ്. അപ്പോൾ അപരാജിത ചോദിക്കും, ഇത് നിങ്ങളുടെ അച്ഛനാണോ? അപ്പോൾ പറഞ്ഞാൽ അതെ, ഞങ്ങളുടെ അച്ഛനാണെന്ന്. എല്ലാവരും പാപ്പാജിന്ന് ഇങ്ങനെ വിളിച്ചിട്ടാണ് അയാളും അങ്ങനെ പറഞ്ഞപ്പോൾ ഇവളോർത്ത് ഇതായിരിക്കും മകൻ എന്നോർത്തിട്ട് അവൾ, എന്നാൽ ശരി, നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, വീട്ടിൽ ചെന്നാൽ ശരീരമൊക്കെ നന്നായിട്ട് ഉഴിഞ്ഞിട്ട് മഞ്ഞളിട്ട പാലൊക്കെ കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഈ രക്ഷിതിൻ്റെ അച്ഛനാണെങ്കിൽ വലിയ ഉപകാരമാണ് മോള് ചെയ്ത്, നീ എൻ്റെ മോളെ പോലെ തന്നെയാണ് എന്നും പറഞ്ഞ് അവളെ ഇങ്ങനെ അനുഗ്രഹിക്കുകയാണ്. നിനക്ക് എന്തായാലും നല്ലത് വരുമെന്നൊക്കെ പറയണം.
അപ്പോൾ രക്ഷത്ത് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സീൻ കാണുന്നുണ്ട്. ഇവർ രണ്ടുപേരും കണ്ടോ ഇല്ലേ ഒന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവണം, ഇവരവിടെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവണം. അപ്പോൾ രക്ഷത്ത് ഇങ്ങനെ തിരിഞ്ഞ് അവരെ നോക്കുന്നത് കാണിച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഫോളോ ചെയ്യുക. കൂടുതൽ വീഡിയോ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.